നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. താൽപര്യമില്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടെന്നും മന്ത്രി. 2000 കോടിയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. അംബാനിയുടെ വസതിയിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. ഇന്ത്യൻ വിപണിയെ കൈവിട്ട് വിദേശ നിക്ഷേപകർ. നിക്ഷേപം ചൈനയിലേക്കും ഹോങ്കോങ്ങിലേക്കും മാറാൻ സാധ്യത. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വർധന. കരുതൽ ശേഖരം $695 ബില്യൺ ഡോളറിലെത്തി. സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി ലക്ഷ്യമിട്ട് ഇന്ത്യ 2 നിർമ്മാണ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. താൽപ്പര്യമില്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ ഇന്ത്യയിൽ നിന്ന് വാങ്ങേണ്ടതില്ലെന്നും മന്ത്രി. തീരുവ വിഷയത്തിലാണ് അമേരിക്കയ്ക്ക് ജയശങ്കർ രൂക്ഷമായ മറുപടിയുമായി രംഗത്തെത്തിയത്. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയ യൂറോപ്പിനും കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഇന്ത്യയിൽ നിന്ന് എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിലവിൽ യൂറോപ്പും അമേരിക്കയും അത് വാങ്ങുന്നുണ്ട്. താൽപര്യമില്ലെങ്കിൽ അത് വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം 2025 സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ ഈ പ്രസ്താവന. കർഷകരെയും ചെറുകിട ഉൽപ്പാദകരെയും സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ മുൻഗണനാ പട്ടികയിൽ വരുന്ന കാര്യമാണ്. കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാർഷിക വിപണിയിൽ അമേരിക്കയ്ക്ക് പ്രവേശനം നൽകി കർഷകരെ ബുദ്ധിമുട്ടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ അമേരിക്കൻ നേതാക്കളിൽ ആരും വിദേശ ആഭ്യന്തര നയങ്ങളിൽ ഇത്ര പരസ്യമായി മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ട്രംപിന്റെ വിദേശ നയ വ്യതിയാനങ്ങൾ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ളതാണെന്നും ജയശങ്കർ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2000 കോടിയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് CBI. അംബാനിയുടെ വസതിയിലും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങളിലും റെയ്ഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 2000 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് CBIയുടെ നടപടി. അംബാനിക്കെതിരെ വഞ്ചനാ കേസാണ് ബാങ്ക് ഫയൽ ചെയ്തിരിക്കുന്നത്. ഡൽഹി CBI വിഭാഗമാണ് കേസെടുത്തത്. പിന്നാലെയാണ് അംബാനിയുടെ മുംബൈയിലെ കഫേ പരേഡിലെ സീവിൻഡിലുള്ള വസതിയിൽ റെയ്ഡ് ആരംഭിച്ചത്. ആർകോമുമായും അനിൽ അംബാനിയുമായും ബന്ധപ്പെട്ട 6 സ്ഥലങ്ങളിലാണ് റെയ്ഡ്. ബാങ്കിൽ നിന്ന് ലഭിച്ച ഫണ്ട് എങ്ങനെ ദുരുപയോഗം ചെയ്തു, വായ്പാ തുക വകമാറ്റി ചെലവഴിച്ചോ തുടങ്ങിയവ ആരോപണങ്ങൾക്കുള്ള തെളിവ് ശേഖരിക്കലാണ് റെയ്ഡിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ജൂൺ 13 SBI ആർകോമിനെയും അനിൽ അംബാനിയെയും ഫ്രോഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നാലെ 24 റിസർവ് ബാങ്കിന് ഇതിന്റെ റിപ്പോർട്ട് നൽകി. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആർകോമിന് SBI കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസിന് ലഭിച്ച മറുപടികൾ പരിശോധിച്ചെങ്കിലും മതിയായ വിശദീകരണം നൽകാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്ന് ബാങ്ക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയെ കൈവിട്ട് വിദേശ നിക്ഷേപകർ. നിക്ഷേപം ചൈനയിലേക്കും ഹോങ്കോങ്ങിലേക്കും ഒഴുകാൻ സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ. കഴിഞ്ഞ 4 ആഴ്ചക്കിടെ $1.8 ബില്യൺ വിറ്റഴിക്കലിനാണ് ഇന്ത്യൻ വിപണി സാക്ഷ്യം വഹിച്ചത്. വിദേശ നിക്ഷേപകരാണ് ഇത്രയും ഓഹരികൾ വിറ്റഴിച്ചത്. കഴിഞ്ഞ ജനുവരിക്ക് ശേഷമുണ്ടായ ഏറ്റവും വലിയ നിക്ഷേപ പിൻവലിക്കലാണിതെന്ന് എലാറ ക്യാപിറ്റലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ചൈനയിലേക്ക് $3 ബില്യൺ, ഹോങ്കോങ്ങിലേക്ക് $4.5 ബില്യൺ നിക്ഷേപമായെത്തി. ഇത് നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രം മാറുന്നതിന്റെ സൂചനയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കുന്നത്. വടക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതേസമയം FIIകളുടെ വിൽപ്പന വരുന്ന വാരത്തോടെ അവസാനിക്കുമെന്നാണ് യാവെൽത്തിലെ അനൂജ് ഗുപ്ത പറഞ്ഞത്. കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഫെഡ് ചെയർമാൻ നിരക്ക് കുറയ്ക്കൽ സൂചന നൽകിയതാണ്. നിരക്ക് കുറയ്ക്കൽ US ബോണ്ട് യീൽഡിനെയും US ഡോളർ നിരക്കുകളെയും സമ്മർദ്ദത്തിലാക്കും. സ്വാഭാവികമായും ഇന്ത്യൻ വിപണിയിലേക്ക് നിക്ഷേപകർ തിരികെ എത്തുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വളർച്ച. കരുതൽ ശേഖരം $1.48 ബില്യൺ വർദ്ധിച്ച് $695 ബില്യൺ.
കരുതൽ ശേഖരത്തിലെ ഏറ്റവും പ്രധാന ഘടകമായ വിദേശ നാണ്യാസ്തികളിലാണ് മുന്നേറ്റമുണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. വിദേശ കറൻസി, വിദേശ ട്രഷറി ബിൽ, വിദേശ കേന്ദ്ര ബാങ്കുകളിലെ നിക്ഷേപം എന്നിവയാണ് ഉയർന്നത്. ഇത് $1.92 ബില്യൺ വർദ്ധിച്ച് $585.90 ബില്യൺ ആയെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ സ്വർണ്ണ കരുതൽ ശേഖരത്തിൽ ആഗസ്റ്റ് മാസത്തിൽ ഇടിവാണുണ്ടായത്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ ചാഞ്ചാട്ടം ഡോളർ കരുത്താർജിച്ചതുമാണ് ഈ ഇടിവിന് കാരണം. നിലവിൽ സ്വർണ്ണ കരുതൽ ശേഖരം $86.16 ബില്യൺ ആണ്. നേരത്തെയുണ്ടായിരുന്ന കരുതൽ ശേഖരത്തിൽ നിന്ന് $2.16 ബില്യൺ കുറവുണ്ടെന്നും RBI ഡേറ്റ വ്യക്തമാക്കുന്നു. വിദേശ നാണ്യശേഖരം ഉയരുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം അടുത്ത ഒരു വർഷക്കാലത്തെ ഇറക്കുമതിക്ക് ആവശ്യമായ നിലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി പ്രവേശനത്തിനൊരുങ്ങി ഇന്ത്യ. 2 നിർമ്മാണ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കും. ചിപ്പ് നിർമ്മാണത്തിനുള്ള 2ാം ഘട്ട പദ്ധതിക്ക് പുതിയ കരട് രേഖ ഉടനെന്നും ഇലക്ട്രോണിക്സ് മന്ത്രാലയം. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യ സെമി കണ്ടക്ടർ ചിപ്പ് പുറത്തിറങ്ങാനിരിക്കെയാണ് പുതിയ പദ്ധതി പ്രഖ്യാപനത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. സെമികോൺ പദ്ധതി 2ന്റെ കരട് രേഖയാണ് ഇതിനായി തയ്യാറാക്കുന്നത്. അതിനു മുന്നോടിയായി 1ാം ഘട്ട പദ്ധതിയിൽ പ്രഖ്യാപിച്ച ശേഷിക്കുന്ന പദ്ധതികൾ കൂടി പൂർത്തിയാക്കുമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയ സെക്രട്ടറി S. കൃഷ്ണൻ അറിയിച്ചു. 4600 രൂപയുടെ പുതിയ 4 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുക. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണശാലകൾ അനുവദിക്കുകയെന്നാണ് സൂചന. അതേസമയം ഈ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ രാജ്യത്തെ ആദ്യ ചിപ്പ് പുറത്തിറക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. 2021 ഡിസംബറിലാണ് രാജ്യത്ത് സെമി കണ്ടക്ടർ ഡിസ്പ്ലേ നിർമ്മാണത്തിന് 76,000 കോടി രൂപ ചെലവ് വരുന്ന സെമികോൺ ഇന്ത്യ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകിയത്. സെമി കണ്ടക്ടറുകൾ, ഡിസ്പ്ലേ നിർമ്മാണം, ഡിസൈനിംഗ് സൗകര്യം എന്നിവയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക, ആഗോള വിതരണ ശൃംഖലകളെ പ്രത്യേകിച്ച് തായ്വാൻ, ദക്ഷിണ കൊറിയ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കുക തുടങ്ങിയവയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ 2ാം ഘട്ടമാണ് ഇനി വരാൻ പോകുന്നതും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ സഹകരണ കയർ തൊഴിലാളികളുടെ ഈ വർഷത്തെ ബോണസ് തുക സംബന്ധിച്ച് ധാരണയായി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് 1650 രൂപയും സഹകരണ സംഘത്തിലെ തൊഴിലാളികൾക്ക് 14% ബോണസും സെപ്റ്റംബർ 1 നൽകും. ഇരുപത് വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളുടെ ഫീസ് നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കി. എന്നാൽ അധിക നികുതി നിരക്കുമായി ബന്ധപ്പെട്ട് 2022 മുതൽ കേരള ഹൈക്കോടതിയിൽ കേസ് ഉള്ളതിനാൽ സംസ്ഥാനത്ത് പുതുക്കിയ നിരക്ക് ഈടാക്കുമോ എന്നതിൽ വ്യക്തതയില്ല. 15 വർഷത്തിന് ശേഷം വാഹനങ്ങൾ പുതുക്കുന്നതിന് 2022 ഏപ്രിൽ 1 മുതൽ നിരക്ക് ഉയർത്തി കേന്ദ്രം ഉത്തരവിട്ടെങ്കിലും കേരള ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ ഈ നിരക്ക് നിലവിൽ വാങ്ങുന്നില്ല. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 800 രൂപയും ഗ്രാമിന് 100 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 74,520 രൂപയും ഗ്രാമിന് 9,315 രൂപയുമായി വില ഉയർന്നു. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനയുണ്ട്. ഗ്രാമിന് 80 രൂപ കൂടി 7,645 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും ഇന്ന് വർധനവുണ്ട്. ഗ്രാമിന് 2 രൂപ ഉയർന്ന് 124 രൂപയിലാണ് വ്യാപാരം നടന്നത്.